ഞാൻ ചെയ്യാൻ പോകുന്ന പരീക്ഷണത്തിൻ്റെ പേരാണ് വായുവാണ് താരം. ഞാൻ ഇതിൻ്റെ ലക്ഷ്യമാണ് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിന്. ആവശ്യമായ സാധനങ്ങൾ: ഒരു ബക്കറ്റ് നിറയെ വെള്ളം, ഒരു ഗ്ലാസ്, ഒരു തൂവാല. ചെയ്യുന്ന വിധം: ആദ്യം ഈ ഗ്ലാസ്സിലേക്ക് ഈ തൂവാല തിരികെ വയ്ക്കുക. എന്നിട്ട് ഈ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് തൂവാല കുത്തനെ താഴ്ത്തുക. അതേപടി പൊക്കുക. നോക്കൂ, തൂവാല നനഞ്ഞിട്ടില്ല. ഇതിന് കാരണം എന്തെന്നാൽ നമ്മൾ ഗ്ലാസ്സിൽ തൂവാല തിരികെ വെച്ചപ്പോൾ അതിനുള്ളിൽ വായു ഉണ്ടായിരുന്നു. അത് ജലത്തെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അതിനാൽ ഈ തൂവാല നനഞ്ഞില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ പരീക്ഷണത്തിൻ്റെ പേരാണ് അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ജാർ, ഒരു ബോൾ, ബക്കറ്റ് നിറയെ വെള്ളം. ഈ ബക്കറ്റ് നിറയെ വെള്ളത്തിലേക്ക് ഈ ബോൾ ഇടുക. എന്നിട്ട് ഈ ജാർ ഉപയോഗിച്ച് ബോളിനെ അടിയിലേക്ക് താഴ്ത്തുക. അതേപടി പൊക്കുക. ബോൾ ജാറിനുള്ളിലേക്ക് പ്രവേശിച്ചില്ല, പകരം ജാറിന്റെ വാവട്ടത്തിനനുസരിച്ച് തന്നെ നിന്നു. ഇതിന് കാരണം എന്തെന്നാൽ ജാറിനുള്ളിൽ വായു ഉള്ളത് കൊണ്ടാണ്. വായു ബോളിനെ അകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിച്ചില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത പരീക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ: ബക്കറ്റ് നിറയെ വെള്ളം, ഒരു ചുടുകട്ട. ചെയ്യുന്ന വിധം: ആദ്യം ഈ ചുടുകട്ട ഈ വെള്ളത്തിലേക്ക് ഇടുക. ചുടുകട്ടയ്ക്കുള്ളിൽ നിന്ന് കുമിളകൾ പുറത്തേക്ക് വന്നു. കുമിളകളായി പുറത്തു വന്നത് വായുവാണ്. ചുടുകട്ട നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ വെള്ളം ചുടുകട്ടയ്ക്കുള്ളിൽ കയറി അകത്തെ വായുവിന് ഇരിക്കാൻ സ്ഥലമില്ലാതായി. അതിനാൽ വായു കുമിളകളായി പുറത്തേക്ക് വന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. താങ്ക് യു.